LDF അല്ലെങ്കിൽ UDF ഈ രണ്ട് മുന്നണികളുടെയും ഒരിക്കലും നടക്കാത്ത വാഗ്ദാനങ്ങളിൽ മാറി മാറി വിശ്വസിച്ച് കാലങ്ങളായി ചതിയിലകപ്പെട്ടു പോയ ഒരു ജനതയാണ് കേരളത്തിലുള്ളത്. എന്നാൽ ഇത്തവണ കളി മാറുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. LDFുമല്ല UDFുമല്ല, കേരളത്തിൽ ഇനി വരാൻ പോകുന്നത് ഒരു തൂക്കു മന്ത്രിസഭയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. BJPയുടെ ശക്തമായ സാന്നിധ്യം കാരണമായിരിക്കും കേരളം ഇന്നേ വരെ കാണാത്ത തരത്തിൽ ഒരു കക്ഷിക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു സ്ഥിതി ഇവിടെ സംജാതമാകാൻ പോകുന്നത്. കേരളത്തിൽ BJP 15 സീറ്റുകൾ വരെ പിടിക്കുമെന്നാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിന് കാരണം തന്നെ 20% വോട്ട് വിഹിതം BJPക്ക് കേരളത്തിലുണ്ട് എന്നതാണ്. 20% വോട്ട് എന്നത് ശരിയായി വിനിയോഗിക്കപ്പെട്ടാൽ 140 മണ്ഡലങ്ങളിൽ 28 സീറ്റുകളിലെങ്കിലും ജയിക്കാനുള്ള ശേഷി BJPക്ക് നിലവിൽ കേരളത്തിലുണ്ട് എന്നതാണ് സത്യം. BJPക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ലെന്നും BJP കേരളത്തിൽ ജയിക്കാൻ പോകുന്നില്ലെന്നും കരുതിയിരുന്ന ജനതയെ മാറി ചിന്തിപ്പിക്കാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സാധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചതും മലയാളികളെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം. പഴയതുപോലെ വോട്ട് മറിച്ച് അല്ലെങ്കിൽ വോട്ടുകളെ വിഘടിപ്പിച്ച് BJPയെ തോൽപ്പിക്കാമെന്ന പ്രതീക്ഷകളും ഇടതു വലതു മുന്നണികൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം BJP കേരളത്തിൽ അത്രയും വളർന്നു കഴിഞ്ഞു എന്ന് ഇരു കൂട്ടർക്കും നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അത് ജനങ്ങൾക്ക് കൂടി മനസ്സിലാകരുത് എന്ന് കരുതിയായിരിക്കണം BJP ഞങ്ങൾക്കൊരു ഇരയേ അല്ല എന്ന് കാണിക്കാൻ മുന്നണികളും പാർട്ടി അണികളും പെടാപ്പാട് പെടുകയാണ്. ദേശീയ തലത്തിൽ BJPക്കൊപ്പം മുട്ടി നിൽക്കാൻ പോലുമുള്ള കരുത്ത് ഇടതിനോ വലതിനോ ഇല്ല എന്നതും BJPയുടെ വികസന പദ്ധതികളും മലയാളി സമൂഹത്തിന് പുതിയൊരു കാഴ്ചപ്പാട് നൽകുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളാണ് ഇക്കുറി സംഭവിക്കാൻ പോകുന്നത്. ഇടതു വലതു മുന്നണികൾക്ക് പുറമെ BJP നയിക്കുന്ന NDA മുന്നണി അതിശക്തമായ സാന്നിധ്യമായി കേരള രാഷ്ട്രീയത്തിന്റെ ചിത്രത്തിൽ തെളിഞ്ഞു വരും എന്നത് ഉറപ്പായി കഴിഞ്ഞു. BJP നയിക്കട്ടെ, BJP വളരട്ടെ. ഇനി കേരളവും BJPക്ക്.